ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട ബജിയുടേതാണ്. മസാലയൊന്നും വഴറ്റാണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആയത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിന്, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ളൊരു പച്ചമുളക് ഇട്ട് കൊടുത്തിന്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 3-4 ചുള വെളുത്തുള്ളി, പിന്നെ ഒരു അരക്കപ്പ് തേങ്ങയും കൂടിയാണ് ഞാൻ എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്കൊരു അരമുറി നാരങ്ങ നീരും കൂടി പിഴിഞ്ഞാക്കിയിട്ട് നമുക്കിതൊന്ന് അടിച്ചിട്ടെടുക്കാം. അപ്പോൾ അത് ആ ചമ്മന്തിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ 4 മുട്ട എടുത്തിന്, അത് ഇതുപോലെ പകുതിയായി കട്ട് ചെയ്തിന്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തെ മഞ്ഞ കരുവില്ല, അത് നമുക്ക് ചമ്മന്തിയിലേക്ക് അടത്തിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചമ്മന്തിയിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് മുട്ടയിലേക്ക് ഓരോരോ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ മഞ്ഞക്കരു ഉണ്ടായ ഭാഗത്തേക്ക് നമുക്ക് ഈ ചമ്മന്തി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ബാറ്റർ തയ്യാറാക്കലാണ്. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിന്, അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു 1.25 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് കലക്കിയിട്ടെടുക്കലാന്ന്. അപ്പോൾ നമ്മൾ സാധാരണ ബജിക്കെല്ലാം കലക്കുന്നില്ല, അതുപോലെ തന്നെ കലക്കിയെടുക്കലാന്ന്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മൈദപ്പൊടി ഉപയോഗിക്കണമെങ്കിൽ ഫുൾ കടലമാവിൽ തന്നെ ചെയ്തിട്ടെടുക്കുക. ഇനിയിപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് പൊരിച്ചിട്ടെടുക്കലാന്ന്. ഇനി ഇതൊന്ന് തിരിച്ചും മറിച്ചിലിട്ടിട്ട് നമുക്കിതൊന്ന് പൊരിച്ചിട്ടെടുക്കാം. അപ്പോൾ ബാക്കി എല്ലാതും കൂടി ഞാൻ ഇതുപോലെ ഒന്ന് പൊരിച്ചിട്ടെടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ചമ്മന്തിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗസ്റ്റ് എല്ലാം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്സ് ആയത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഇങ്ങോട്ട് ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.